Good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഒരു ചപ്പാത്തി റെസിപ്പിയാണ് നമ്മുടെ മുരിങ്ങയില ചപ്പാത്തി. വളരെ ഗുണങ്ങളുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ കേട്ടോ. മുരിങ്ങയില വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഉണ്ടാക്കി കഴിച്ചോളൂ. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില ചപ്പാത്തി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള അളവുകളാണ് കേട്ടോ പറയുന്നത്. 1 കപ്പിലേക്ക് ഇതിൽ നമ്മൾ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അത് അടർത്തി എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പിടി ഇങ്ങനെ പിടിക്കുമ്പോൾ 1 പിടി കയ്യിലെടുത്ത് ഇതുപോലെ പിടിക്കുമ്പോൾ 1 പിടി മുരിങ്ങയില എടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ അയമോദവും 1/4 ടീസ്പൂൺ നല്ല ജീരകം, നമ്മൾ കറിക്ക് തേങ്ങ അരച്ച് വയ്ക്കില്ലേ, അങ്ങനെയുള്ള കറിക്കൊക്കെ എടുക്കുന്ന ക്യുമിൻ സീഡ്സ് 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ വീതം എടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുരിങ്ങയില കഴുകി അടർത്തിയെടുക്കാം. അതിനുശേഷം വേണം നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് വേറെയും 1-2 കാര്യങ്ങൾ ചേർക്കേണ്ടത്. അതെല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മൾ ഇളം ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഈ ഒരു പൊടി കുഴച്ചെടുക്കുന്നത്. മുരിങ്ങയില ചെറിയ ഇലയാണെങ്കിലും മുഴുവനായിട്ട് തന്നെ ചേർക്കാം, വലിയ ഇലയാണെങ്കിലും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ചെറിയ ഇലയാണുള്ളത്, അതുകൊണ്ട് ഞാൻ മുഴുവനെ തന്നെ ചേർക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് മുരിങ്ങയില അടർത്തി കഴുകിയെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ മുരിങ്ങയിലൊക്കെ അടർത്തിയെടുത്തിട്ടുണ്ട്. ഗോതമ്പൊടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി ഞാൻ മുരിങ്ങയില ഇതുപോലെ പിടിക്കുമ്പോൾ 1 പിടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ജീരകം പൊടിച്ചതും അയമോദകം പൊടിച്ചതും ചേർക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ചെറിയ ക്വാണ്ടിറ്റി പൊടിച്ചെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അരകല്ലൊക്കെ ഉണ്ടെങ്കിൽ പൊടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മുഴുവനെ തന്നെ ചേർക്കുന്നത്. പിന്നെ ചപ്പാത്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇനി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. വെളിച്ചെണ്ണയോ ബട്ടറോ ചേർക്കാം, ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ചേർത്തിട്ട് ചപ്പാത്തിക്ക് പൊടി കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ചപ്പാത്തി കഴിക്കുമ്പോൾ. ഞാനൊരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ചപ്പാത്തിയുടെ പാകത്തിൽ കുഴച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് കറക്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. നിങ്ങൾ നല്ല ചൂടുവെള്ളത്തിലാണോ കുഴയ്ക്കുന്നതെങ്കിൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചതുകൊണ്ടാണ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഞാനിപ്പോൾ കുഴച്ച് വെച്ചിട്ട് 1/2 മണിക്കൂറായിട്ടോ. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഈ 1 കപ്പ് മാവ് കൊണ്ട് 3 ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോൾസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ ബോൾസ് ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിക്കായിട്ട് വേണം ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വല്ലാതെ തിന്നായിട്ട് നമ്മൾ ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കരുത്. എന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് തിന്നായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജീരകവും അയമോദകവും ഒക്കെ പൊടിച്ച് ചേർക്കണം. ജീരകവും അയമോദകവും നമ്മൾ മുഴുവനെ ചേർക്കുമ്പോൾ നമുക്ക് കുറച്ച് തിക്കായിട്ട് ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതുപോലെ സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുകയാണ്. കുറച്ച് തിക്നെസ്സോടുകൂടിയാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ചപ്പാത്തി പരത്തി കഴിഞ്ഞിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി 3 നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്ക് ചെയ്യാം. അപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്കൊക്കെ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ചേർക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. സാധാരണ നമ്മൾ എണ്ണയില്ലാതെ ചപ്പാത്തി കുക്ക് ചെയ്യുന്ന പോലെ തന്നെ കുക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ കുക്ക് ചെയ്യുന്നത് കുട്ടികൾക്കും വലിയ ആളുകൾക്കും, വീട്ടിൽ വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മളൊരു ചപ്പാത്തി പാൻ വെച്ചിട്ടുണ്ട്. ചപ്പാത്തി പാൻ നന്നായിട്ട് ചൂടാവുന്നതിന് മുന്നേ തന്നെ, നമ്മുടെ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിയിലല്ല, നന്നായിട്ട് ചൂടാകുന്നതിന് മുന്നേ തന്നെ ആയിട്ട് നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നെയ്യ് ചേർത്തിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇതൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിയിൽ നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചപ്പാത്തിയിൽ എണ്ണയൊന്നും ചേർക്കണമെന്നില്ല. ഇപ്പോൾ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് ഒരു സൈഡൊന്നും ചൂടായി വരുമ്പോഴാണ് നമ്മൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ടിട്ട് ഓയിലാണോ ബട്ടറാണോ നെയ്യാണോ ഏതാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചപ്പാത്തി കഴിക്കാനായിട്ട് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. മുളക് പൊടിയുടെ ആ ഒരു ടേസ്റ്റും അയമോദകത്തിൻ്റെ ടേസ്റ്റും
എല്ലാം ചേർന്ന് വരുമ്പോൾ കറിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ചപ്പാത്തിയുടെ കൂടെ. ഞാനിപ്പോൾ കുറച്ച് നെയ്യാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ അടുത്ത സൈഡും ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ടിട്ട് വീണ്ടും കുറച്ച് നെയ്യൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു അസുഖവും ഇല്ലാത്ത ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഞാനിപ്പോൾ നെയ്യ് പുരട്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരുന്നത്. നെയ്യും കൂടെ ആകുമ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ചപ്പാത്തി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി രണ്ട് സൈഡും കുക്ക് ചെയ്തെടുക്കുക. സാധാരണ ചപ്പാത്തി പൊങ്ങി വരുന്നത് പോലെ ഈ ചപ്പാത്തി പൊങ്ങി വരില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മുരിങ്ങയിലൊക്കെ ചേർത്തിട്ടാണല്ലോ കുഴച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സാധാരണ ചപ്പാത്തി പോലെ പൊങ്ങി വരില്ല. അപ്പോൾ വീട്ടിൽ മുരിങ്ങയില ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ഡിന്നറിന് തന്നെ നിങ്ങൾ ഈ ഒരു ചപ്പാത്തി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മൾ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതിന് രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ കുക്കാവുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുരിങ്ങയില ചപ്പാത്തിയുടെ പരിപാടി. അപ്പോൾ ഈ ഒരു ചപ്പാത്തി കുക്കായി വന്നിട്ടുണ്ട്. മുരിങ്ങയിലൊന്നും കരിഞ്ഞു പോകില്ല കേട്ടോ. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടല്ല. അപ്പോൾ ഞാൻ ഈ ചപ്പാത്തി മാറ്റിയിട്ട് ഇതുപോലെ ബാക്കിയുള്ളതും കുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങയില ചപ്പാത്തിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പിയൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഇടണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.